അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഫാമിൽ നിന്ന് പറിച്ച പച്ചക്കറിയൊക്കെ കൂട്ടി ഒരു തോരനാണ് റെഡിയാക്കിയെടുക്കുന്നത്, ഊണാണ് റെഡിയാക്കിയെടുക്കുന്നത്. അപ്പോൾ രാവിലെ ഇടിയപ്പം മുട്ടക്കറിയായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫാമിൽ പോയി നമ്മൾ ക്യാബേജ് പറിച്ചിട്ട് വന്നു. ഫാം പോയ വിസിറ്റ് ഞാൻ ക്യാബേജിൻ്റെ അത് മാത്രമേ ഇട്ടുള്ളൂ. ഞാൻ ഫുൾ വീഡിയോ വേറൊരു ദിവസം ഇടാം കേട്ടോ. അപ്പോൾ സാൽമൺ ഫിഷ് ഫ്രൈ ജസ്റ്റ് സിമ്പിൾ മാരിനേഷൻ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, കുറച്ച് കറി ലീവ്സൊക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന് ഫ്രൈ ചെയ്യാൻ വെച്ച് കഴിഞ്ഞു. പറിച്ചിട്ട് വന്ന ക്യാബേജിൽ ഒരു വലിപ്പമുള്ളത് തന്നെ എടുക്കാം. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. ഫ്രഷ് ഈ ഒനിയൻസ് എല്ലാം അവിടെ നിന്ന് പറിച്ചതാണ് കേട്ടോ. അപ്പോൾ ഒരു വലിയ ചുമപ്പ് കളറുള്ള സവാളയും 3-4 പച്ചമുളകും കൂടെ അരിഞ്ഞ് ചേർത്ത് ഒരു വലിയ ബൗളിലേക്ക്. അപ്പോൾ ഞാൻ ക്രഷറിലാണ് കേട്ടോ ക്യാബേജ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ക്യാബേജ് എപ്പോഴും ഇതിനകത്ത് എടുക്കുമ്പം നല്ല തരിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ, കൈകൊണ്ട് അരിയനേക്കാളും നല്ലതാണ്. ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ട് കൈകൊണ്ട് ഞരടി യോജിപ്പിച്ചിട്ട് ക്യാബേജ് തോരൻ ഉണ്ടാക്കുകയാണെങ്കിൽ ടേസ്റ്റ് ഒന്നുകൂടി കൂടും കേട്ടോ, പെട്ടെന്ന് കുക്കായി കിട്ടുകയും ചെയ്യും. അപ്പോൾ വലിയ ക്യാബേജ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഞാൻ 2 ഒനിയൻ ചേർക്കുന്നുണ്ട്. ഒനിയനും അവിടെ നിന്ന് പറിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു വെളുത്ത ഒനിയൻ, വെള്ള കളറുള്ള ഒനിയൻ നമുക്ക് ഓയിലൊന്ന് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ തോരനൊക്കെ ഉണ്ടാക്കുമാർ മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ സാൽമൺ ഒരു സൈഡായപ്പോൾ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം മൾട്ടി ടാസ്ക്കാണ്, പെട്ടെന്നുള്ള തോരനാണ്. നമുക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ആ വെള്ള കളറുള്ള ഒനിയൻ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പയ്യൊന്ന് വഴണ്ട് വെക്കണം. അപ്പോൾ ഒരു വലിയ ചുമപ്പ് കളറുള്ള ഒനിയൻ നമ്മുടെ ക്യാബേജും പച്ചമുളകും കൂടി ഞെരടി യോജിപ്പിച്ച് വെക്കണം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് അരിഞ്ഞ് കിട്ടും കേട്ടോ ക്രഷറിൽ ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഞെരടി യോജിപ്പിക്കുക. പച്ചമുളകൊക്കെ ഇട്ടുകൊണ്ട് ഇച്ചിരി എരിവുണ്ടാവും, അപ്പോൾ കൈ കഴുകി കളയാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് തേങ്ങാപ്പീരയും ചേർത്ത് കൊടുക്കാം കേട്ടോ. തേങ്ങ ചിരകിയതും ചേർക്കാം. ഞാനിങ്ങനെ അതും കൂടി ചേർത്ത് യോജിപ്പിച്ച് വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് തേങ്ങ വേണ്ട കേട്ടോ, കുറച്ച്. ക്യാബേജ് തോരനപ്പോൾ ഓണത്തിന് ഇതുപോലെ റെഡിയാക്കി നോക്കൂ, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ക്യാബേജ് തോരൻ പെട്ടെന്ന് തീർന്നു പോയി. ഞാൻ അധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ടും കുട്ടികളും അത് കഴിക്കുന്ന കാണുമ്പോൾ നല്ല ഒരു സന്തോഷമാണല്ലേ. അപ്പോൾ ഫ്രഷായിട്ട് ഇങ്ങനെ കിട്ടുവാണെങ്കിൽ അതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ക്യാബേജ് നന്നായിട്ട് ഞെരടി യോജിപ്പിച്ചിട്ട് അവിടെ മാറ്റി വെക്കുക. അപ്പോൾ ഒനിയൻ അവിടെ റെഡിയായി തുടങ്ങി. മറ്റത് പയ്യൊന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം ഇതോടെ ഇരിക്കട്ടെ, ഒരു 10-15 മിനിറ്റ് വെക്കാം. അപ്പം ഒനിയൻ പയ്യൊന്ന് വാടിയപ്പോൾ ഞാൻ അതിനകത്തേക്ക് ചതച്ച മുളക് ചേർത്ത് കൊടുത്തു കേട്ടോ. പച്ചമുളക് ചേർത്തതാണ് എങ്കിൽ തന്നെ ഒരു ടീസ്പൂണോളം ചതച്ച മുളക് ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് കറി ലീവ്സ് ചേർത്ത് കൊടുത്തു. ഇനി അല്പം അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ ക്യാബേജ് തോരൻ വളരെ എളുപ്പമാണ്, പക്ഷേ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കൂ, ഓണത്തിന് ടേസ്റ്റാണ്. ഇപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്യാബേജും കൂടി ചേർക്കാം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, കാരണം നമ്മൾ തേങ്ങയും കൂടെ ചേർത്തിട്ടാണ് വെച്ചിരിക്കുന്നത്. പയ്യെ വഴണ്ടും മഞ്ഞൾപ്പൊടിയുടെ പച്ചക്കുത്തൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്ക് ക്യാബേജ് ചേർക്കാം. അപ്പോൾ ഫാമിൽ വിസിറ്റിന് പോയിട്ട് എനിക്ക് കുറച്ചധികം സാധനങ്ങൾ കിട്ടിയിട്ടോ. ബീറ്റ്റൂട്ട്, ബെറീസ്, പിന്നെന്താ വെജിറ്റബിൾ, ക്യാബേജ്, കോളിഫ്ലവറൊക്കെ കിട്ടി. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇടാം, എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ക്യാബേജ് തോരൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ മാറ്റി വെച്ചിരുന്ന ക്യാബേജ് കാണുമ്പോൾ അറിയാം നല്ലതായിട്ട് ചെറുതായിട്ട് നമുക്ക് ഇങ്ങനെ ക്രഷിൽ ഇട്ടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാവുകയും ചെയ്യും. അല്ലെങ്കിൽ ക്യാബേജ് തോരൻ അരിഞ്ഞെടുക്കുന്ന ഒരു ടാസ്ക് തന്നെയല്ലേ. അപ്പോൾ അത് മുഴുവൻ ചേർത്ത് കൊടുത്ത് ഇനി ഒരു 3-4 പ്രാവശ്യം ഇളക്കുമ്പോഴത്തേക്കും നമ്മുടെ ക്യാബേജ് തോരൻ റെഡിയാവും. അപ്പോൾ ഞാൻ ഇന്ന് വേറെ ഉണ്ടാക്കുന്ന പൈനാപ്പിൾ പച്ചടിയാണ് കേട്ടോ. മധുരപ്പച്ചടി നല്ല ടേസ്റ്റാണ് എനിക്ക് ഊണിന്. അതും ഒരു പപ്പടവും വേറെ എന്തെങ്കിലും ഒരു അച്ചാറും മാത്രം മതി വേണമെങ്കിൽ ഊണ് കഴിക്കാൻ. അപ്പോൾ ഇന്നെൻ്റെ
ഊണിന് സാൽമൺ ഫ്രൈ, ക്യാബേജ് തോരൻ, പിന്നെ നമ്മുടെ പൈനാപ്പിൾ പച്ചടി. അപ്പോൾ ഇത് നല്ലതായിട്ട് ഇളക്കി ഒഴിച്ചിട്ട് മൂടി വെക്കാം. അപ്പോൾ നമുക്ക് അടുത്ത നമ്മുടെ പച്ചടി റെഡിയാക്കാനായിട്ട് തുടങ്ങാം. ഇതും പഴുത്ത പൈനാപ്പിൾ എടുക്കണതാണ് കേട്ടോ നല്ലത്. അപ്പോൾ നമ്മൾ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ മധുരം ചേർക്കുന്നതിന് മുമ്പ് ഒന്ന് കുക്കായിട്ട് വേണം മധുരം ചേർക്കാൻ കേട്ടോ. പല രീതിയിൽ ഉണ്ടാക്കാം. ഞാൻ വളരെ സിമ്പിളായിട്ടുള്ളതാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പം നോക്കൂ, ഇതൊരു മീഡിയം സൈസുള്ള ഒരു പൈനാപ്പിളാണ്. അതിൻ്റെ പകുതി കൊണ്ടാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നുള്ളത്. ഇത് വീട്ടിലെ ആവശ്യത്തിന് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് ചെത്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പകുതി എടുക്കാം നമുക്ക്. അപ്പം പകുതിയും കൊണ്ട് നമുക്ക് പച്ചടി ഉണ്ടാക്കാം. പൈനാപ്പിൾ നല്ല മധുരമുള്ളതാണ്, അതനുസരിച്ച് ശർക്കരയുടെ അളവ് വ്യത്യാസം വരുത്തണം കേട്ടോ. അപ്പോൾ നമുക്ക് പൈനാപ്പിൾ കട്ടർ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും എടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കഴിഞ്ഞിട്ട് തന്നെ റെഡിയാക്കി എടുത്തു. ഇച്ചിരി അധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ട് ഞാൻ വരും ദിവസം ഓണത്തിന്, അന്നേരം അതും കൊണ്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ സൈഡിലുള്ളതൊക്കെ പെട്ടെന്ന് മാറി കിട്ടുകയും ചെയ്യും നമുക്ക്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് മാറ്റാം. എൻ്റെ നടുക്കുള്ള കട്ടിയുള്ള ഭാഗം എടുക്കുന്നില്ല കേട്ടോ, അത് മാറ്റിക്കളയാം നമുക്ക്. അത് കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ടേസ്റ്റൊക്കെ ഉണ്ട്. പക്ഷേ ഇച്ചിരി കട്ടി കൂടുതലാണെന്ന് ഞാൻ കറിയിൽ ചേർക്കുന്നില്ല, അത് മാറ്റിക്കളയണം. മീൻസ് തിൻ സ്ലൈസസ് ആയിട്ട് അരിഞ്ഞെടുക്കാം. കഴിച്ചു നോക്കിയിട്ട് നല്ല മധുരമുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇതിങ്ങനെ ചെറിയ സൈസായിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ പൈനാപ്പിൾ അരിഞ്ഞ് ഒന്ന് കുക്ക് ചെയ്യാനായിട്ടാണ് ആദ്യം വെക്കേണ്ടത്. അപ്പോൾ ഓണത്തിന് നിങ്ങളുടെ വിഭവങ്ങളൊക്കെ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഷെയർ ചെയ്യണേ. ഞാൻ സാധാരണ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കാറ്. പിന്നെ നമ്മുടെ അസോസിയേഷൻ്റെയും വേറെ പള്ളിയിലൊക്കെ ഓണാഘോഷങ്ങളുണ്ടല്ലോ, അപ്പോൾ വീട്ടിൽ ചെറിയൊരു സിമ്പിളായിട്ടാണ് സാധാരണ ഉണ്ടാക്കാറ്. അപ്പം ഞാൻ ക്യാബേജ് എന്തായാലും റെഡിയാക്കി എടുക്കേണ്ട ഒരു സാധനമാണ്. പിന്നെ മധുരപ്പച്ചടി എന്തായാലും കാണും. പിന്നെ സിമ്പിളായിട്ടുള്ള അവിയൽ, സാമ്പാർ, കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ അരിഞ്ഞ് കൊണ്ടിരിക്കുന്നത് ഈ ഒരു സൈസിലാണ് കേട്ടോ ഞാൻ അരിയണം. ഇച്ചിരി ചെറുതായിട്ട് വേണമെങ്കിൽ അരിയാം. ഞാൻ പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി സ്പീഡിൽ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ മുന്തിരി, ഫ്രഷായിട്ടുള്ള മുന്തിരി ചേർക്കും, ഏത്തപ്പഴം ചേർക്കും. ഞാനിതൊന്നും ചേർക്കുന്നില്ല കേട്ടോ. പക്ഷെ ഞാൻ ബൾക്കായിട്ട് കുക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് ചേർക്കും. അപ്പോൾ ഇച്ചിരി ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാം. ഞാൻ ഫ്രൂട്ട് തേക്കുന്ന കത്തിയാണ് കേട്ടോ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ സ്പീഡിൽ ഇങ്ങനെ ചെയ്യണേ, അല്ലെങ്കിൽ കൈമുറിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സൂക്ഷിക്കണം. അപ്പോൾ ഏകദേശം അരിഞ്ഞ് തീരാറായി. അപ്പോൾ പൈനാപ്പിൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് കുക്ക് ചെയ്യാൻ വയ്ക്കുകയാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഏകദേശം ഒരു 3/4 ഭാഗം കുക്ക് ചെയ്ത് കഴിയുമ്പം ഞാൻ അരിയണേൻ്റെ കൂടെ കഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നല്ല മധുരമുള്ള പൈനാപ്പിൾ അരിയുമ്പോൾ എങ്ങനെ കഴിക്കുക. അപ്പോൾ അത് കുക്ക് ചെയ്യാൻ വയ്ക്കുക. 3/4 ഭാഗം കുക്കായി കഴിഞ്ഞിട്ട് വേണം ബാക്കിത്തെ സാധനങ്ങൾ ചേർത്ത് കൊടുക്കണം. പ്രത്യേകിച്ച് ശർക്കര ആദ്യമേ ചേർക്കരുത്, അപ്പോൾ കുക്കായി കിട്ടില്ല പിന്നെ നമ്മുടെ പൈനാപ്പിൾ വെന്ത് കിട്ടില്ല. പൈനാപ്പിൾ അരിഞ്ഞ് തീർന്നില്ല ഇതുവരെ. അപ്പം കട്ടിയുള്ള ഭാഗമുള്ളത് ചെത്തിക്കളഞ്ഞിട്ട് വേണം നമുക്ക് അരിഞ്ഞെടുക്കാം. ഞാനൊരു കാസ്റ്റ് അയണിൻ്റെ ചെറിയ പാനിലാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. ഇതിനകത്ത് ഞാൻ ഉണക്കമുന്തിരി വറവായിട്ട് ചേർക്കുന്നുണ്ട്, അല്ലെങ്കിൽ പച്ചമുന്തിരി ആണെങ്കിലും ചേർക്കാം. ഏത്തപ്പഴം ചേർക്കാം ഞാൻ പറഞ്ഞ പോലെ.
അപ്പോൾ അതൊന്നും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. ഏകദേശം അരിഞ്ഞ് തീരാറായി. നിങ്ങളുടെ ഓണത്തിൻ്റെ വിശേഷങ്ങളും ഷെയർ ചെയ്യുക. എന്തൊക്കെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്ന പോലെ. അപ്പം നമ്മുടെ പൈനാപ്പിൾ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞു. ഇനി നമുക്കൊരു പാനിലേക്ക് മാറ്റാം. ഞാൻ പറഞ്ഞ പോലെ ഒരു കാസ്റ്റ് അയണിൻ്റെ പാനിലാണ് ചെറിയ പോർഷനല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് മാറ്റി ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് കുക്ക് ചെയ്യാൻ വയ്ക്കാം. ആവശ്യത്തിന് വെള്ളവും ചേർക്കാം. ഉപ്പ് ചേർത്തു, മഞ്ഞൾപ്പൊടി ചേർത്തു. അതൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം കേട്ടോ. ഇനി ആവശ്യത്തിന് വെള്ളം വെക്കാം. കുക്ക് ചെയ്യാൻ പാകത്തിനുള്ള വെള്ളം ഒന്നരന്ന് കിട്ടണം, അത്രേ ഉള്ളൂ. പിന്നെ 2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് മൂടി വെച്ച് കുക്ക് ചെയ്യും. ഞാൻ പറഞ്ഞ പോലെ ആദ്യം വേറെ ഒന്നും ചേർക്കുന്നില്ല. അതിനകത്തൊന്ന് കുക്കായി വരുന്നത് 3/4 ഭാഗം കുക്കായിട്ട് വന്നിട്ട് വേണം ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാൻ. ഇളക്കി യോജിപ്പിച്ചിട്ട് വെക്കാം. അപ്പോൾ ആ സമയത്തേക്ക് നമുക്ക് നമ്മുടെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. തേങ്ങ പേസ്റ്റ് ചെയ്ത് അരിച്ചെടുക്കണം. നല്ല മഷി പോലെ അരച്ചെടുക്കണം തേങ്ങ. ഞാനൊരു ചെറിയ തേങ്ങയുടെ പകുതി മാത്രമാണ് കേട്ടോ ചേർക്കണുള്ളൂ, കുറച്ച് പോർഷനുള്ളതുകൊണ്ട്. അതിനകത്ത് ജീരകം ചേർത്തിട്ട് അരച്ചെടുക്കണം. നോക്കൂ, ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ക്യാബേജ് തോരന്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കാൻ മറക്കല്ലേ. തേങ്ങയും കൂടെ ചേർത്തിട്ടുള്ളതുകൊണ്ട് ക്യാബേജ് തോരനും ഫിഷ് ഫ്രൈയും വഴി ടേസ്റ്റ് ചെയ്ത് നോക്കി. സൂപ്പർ. അപ്പോൾ നമ്മുടെ പച്ചടി എന്തായെന്ന് നോക്കാം. നോക്കൂ, നന്നായിട്ട് തിള വന്നു. ഒരു 3/4 ഭാഗം വെന്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് കറി ലീവ്സ് ചേർത്ത് കൊടുക്കുക. പച്ചമുളക് 4-5 അരിഞ്ഞ് വെച്ചിരുന്നു, അത് ചേർത്ത് കൊടുക്കുക. എന്നോടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് മൂടി വെക്കാം വീണ്ടും. അപ്പം ഞാനൊരു ചെറിയ പീസ് പൈനാപ്പിൾ നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റ് ആയിട്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് മിക്സ് കഴിയിട്ട് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ തേങ്ങയിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം ചേർക്കാം, നല്ല ജീരകം ചേർക്കാം. തേങ്ങ അതിൽ നിന്ന് പേസ്റ്റ് പോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. നന്നായിട്ട് കുക്കായിട്ട് വേണം നമുക്ക് ചേർത്ത് കൊടുക്കാൻ. ഇത് അരച്ചെടുത്തിട്ട് വരട്ടെ. അപ്പം അത് മിക്സി അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഗ്രീക്ക് യോഗട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. തന്നെ വേണമെന്നൊന്നുമില്ല, നല്ലൊരു ക്രീമി ടെക്സ്ചർ കിട്ടും. അപ്പോൾ ഒരു 1/2 കപ്പ് തൈര് സ്പൂണും കൊണ്ട് ഉടച്ച് മാറ്റി വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അതും തൈരും റെഡി ആയിട്ടുണ്ട്. നോക്കൂ, നമ്മുടെ ഇത് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ശർക്കര, പൊടി ശർക്കര മേടിച്ച് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഓർഡർ ചെയ്യാം, പൈനാപ്പിളിൻ്റെ മധുരമൊക്കെ അനുസരിച്ച്. അപ്പോൾ കുക്കായിട്ട് മാത്രം ശർക്കര ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്, കുറുകി പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പേസ്റ്റായിട്ട് അരച്ചെടുത്ത തേങ്ങ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ മിക്സി ഒന്ന് കഴുകി ഇച്ചിരി വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ തേങ്ങ ചേർത്തിട്ട് ഒന്ന് തിള വന്നാൽ മാത്രം മതി. തേങ്ങ ഒന്ന് കുക്കായി കിട്ടണം, അരപ്പൊന്ന് കുക്കായി കിട്ടണം. മിക്സി ഒന്ന് കഴുകി വെള്ളവും കൂടെ ചേർക്കാം. അതിൻ്റെ ഉപ്പ് പാകമാണോ എന്ന് നോക്കാൻ സമയത്ത്. അപ്പം ഒത്തിരി ഇട്ട് തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് തിള വന്നാൽ മതി. മിക്സി കഴുകിയ വെള്ളം കൂടെ ഒഴിച്ചു.
ഒന്ന് തിള വരണം. അപ്പം അല്പസമയം കൊടുക്കാം കേട്ടോ. പക്ഷേ ഈ കറി ഇച്ചിരി നീളത്തിലെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് ഒത്തിരി കുറുകിപ്പോവും. എനിക്കൊരല്പം ലൂസായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. എല്ലാം കറി മാറ്റി കഴിയുമ്പോൾ അപ്പടി കുറുകിപ്പോവും കേട്ടോ. അപ്പോൾ ഇച്ചിരി നീളത്തിലാണ് ഞാൻ എടുക്കുന്നത്. ഇനി ഒന്ന് തിള വന്നു കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഓഫ് ചെയ്തിട്ടാണ് ഞാൻ തൈര് ചേർക്കുന്നത് കേട്ടോ. ഒന്ന് തിള വരുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് ചെയ്യാം. ഉപ്പൊക്കെ ഒന്നുകൂടി ഒന്ന് നോക്കട്ടെ. ചെറുതായിട്ട് തിള വന്ന് തുടങ്ങി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. അപ്പം തിള വന്ന് അത് തേങ്ങയുടെ അരപ്പൊന്ന് കുക്കായി കഴിയുമ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു. അപ്പം നല്ല ചൂടുണ്ട്, പ്രത്യേകിച്ച് കാസ്റ്റ് അയണിൻ്റെ പാനായതുകൊണ്ട്. അപ്പോൾ ഉടച്ച് വെച്ചിരിക്കുന്ന തൈര് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തൈര് ചേർത്തിട്ട് പിന്നെ ഒത്തിരി തിളപ്പിക്കരുത് കേട്ടോ. ഇനി ഒന്ന് കൂടി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് വറുത്ത് ചേർത്ത് കൊടുക്കാം. വറവൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ഞാനൊരു പാനിലേക്ക് വെളിച്ചെണ്ണ തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ. കടുക് പൊട്ടി വരുമ്പോൾ അതിനകത്തേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നടുക്ക് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. വറ്റൽമുളക് ചേർത്ത് കറി ലീവ്സ് ചേർക്കണം. പിന്നെ അത് കാഷ്നട്ട് ഒരു പിടി ചേർത്ത് കൊടുത്തു കേട്ടോ. നുറുക്കിയിട്ടാണ് ചേർത്ത്. ചേർക്കണം നിർബന്ധമൊന്നുമില്ല, ഞാൻ സാധാരണ ചേർക്കാറുണ്ട്. ഇച്ചിരി കിസ്മിസും ഉണക്കമുന്തിരിയും ചേർക്കണം. കറി ലീവ്സ് ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് കഴിയുമ്പോൾ ഉണക്കമുന്തിരി, അതുപോലെ തന്നെ ഞാൻ കാഷ്നട്ടിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ ഉണക്കമുന്തിരി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഉണക്കമുന്തിരി ഒന്ന് വീർത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം. പച്ചമുന്തിരി ചേർത്താലും കുഴപ്പമില്ല കറിയിലേക്ക്. ഇതൊന്ന് ചൂടായി വരട്ടെ. ഒന്ന് വീർത്ത് വരുമ്പോഴത്തേക്കും നമുക്കിത് താഴത്ത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് മുന്തിരിയെല്ലാം വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിനകത്തേക്ക് തീ ഓഫ് ചെയ്തു. നമ്മുടെ പൈനാപ്പിൾ പച്ചടിയിലേക്ക് ഞാൻ ചേർത്ത് കിട്ടിയില്ല കേട്ടോ. ചേർത്ത് കഴിഞ്ഞിട്ട് അടച്ച് വെക്കുക. അത് കഴിഞ്ഞ് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിപ്പോൾ ഒന്നുകൂടെ തിക്കായാലും ഇച്ചിരി നേരം കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് തിക്കാവും കേട്ടോ. അടിപൊളി ടേസ്റ്റ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഊണ് കഴിക്കട്ടെ. നിങ്ങൾ ഓണത്തിന് റെഡിയാക്കി നോക്കാൻ മറക്കരുത്. പൈനാപ്പിൾ പച്ചടി
ക്യാബേജ് തോരനും ഫിഷ് ഫ്രൈയും കൂട്ടി ഞാൻ ചോറുന്നത് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ചെയ്യാൻ ഈ ബ്ലോഗ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോലെ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു. ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനടി വരുന്നതായിരിക്കും. ബൈ.